എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ലേഡി ബേർഡ് ക്രിയേഷൻസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അപാര രുചിയുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ മണം അടിച്ചാൽ തന്നെ ഒറ്റപ്പാത്രം ചോറുണ്ണാൻ തോന്നും, അത്രയ്ക്കും മണവും രുചിയുമുള്ള ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായ പച്ചമുളക്, ഞാനിവിടെ ഒരു നല്ല എരിവുള്ള 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം. മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം. ഇനി കുറച്ച് പൈനാപ്പിൾ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിലിട്ടൊന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം. പൈനാപ്പിളിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് പകുതി ഒന്ന് വേവാകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ ആ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ്സും പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും. നല്ല രുചിയാണ്. അപ്പോൾ അതോടെ ചേർത്ത് ഇളക്കി വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഇതിന് ചെറിയ ഒരു അരപ്പ് വേണം. ഒരു ചെറിയ മുറി തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ പുളിയും മധുരവും ഒക്കെ അനുസരിച്ച് അല്പം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടെ ചേർത്ത് ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിക്കാം. പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ട് വേണം ശർക്കര ചേർക്കാൻ. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഈ തേങ്ങയുടെ കൂട്ടൊന്ന് തിളയ്ക്കണം. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഒന്ന് ഇളക്കി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് ഇളക്കി നമുക്കിത് വാങ്ങി വയ്ക്കാം. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ അല്പം ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഇളക്കി പെട്ടെന്ന് തന്നെ ഇത് വാങ്ങി വയ്ക്കാം. ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അല്പസമയം ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഒരു ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്കിനി ഇതിലേക്ക് നല്ല ഒരുപാട് പുളിയല്ല, എന്നാലും ഒരുവിധം പുളിയുള്ള തൈരാണ് ചേർക്കേണ്ടത്. നല്ല കട്ട തൈര് വേണം ചേർക്കാൻ. ഒട്ടും വെള്ളമില്ലാതെ ഉള്ള തൈര് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഞാനിവിടെ ഏകദേശം 1/2 ലിറ്റർ തൈര് നന്നായിട്ട് ഉടച്ച് കട്ടയൊന്നുമില്ലാതെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് തൈര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുവിധം ചൂടുണ്ട്, നല്ല ചൂടുള്ളപ്പോൾ തൈര് ചേർക്കരുത്. അപ്പോൾ തൈര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് ഇളക്കാൻ നല്ല ഒരു മണം വരുന്നുണ്ട്. ഈ തൈരും പൈനാപ്പിളിൻ്റെ എല്ലാം കൂടെ അരപ്പിൻ്റെ എല്ലാം കൂടെ നല്ലൊരു മണം. ഇനി ഇതിന് ചെറിയ ഒരു താളിപ്പൂടെ നമ്മൾ ചേർക്കണം. അന്നേരമാണ് കറി പൂർണ്ണമാകുന്നത്. പാൻ അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ കടുക്, 2-3 തണ്ട് കറിവേപ്പില, കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി അത് വാങ്ങി വെച്ചിട്ട് വേണം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ വാങ്ങി വെച്ചിട്ട് ചേർക്കുന്നത്. നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം താളിപ്പും കൂടെ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഫ്ലേവറെല്ലാം കറിയിൽ നന്നായിട്ടായിട്ടുണ്ട്.
നല്ല മണവും രുചിയും അടിപൊളി രുചിയിലുള്ള ഒരു പുളിശ്ശേരിയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്